ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനിതകളിലും വലിയ വലിയ സൂഫിയത്തുകൾ കേൾക്കി. വറുവിയാൻ ബഅദി സ്വാലിഹീന അന്നഹു റഅ ജാരിയതൻ ഫിൽ ബാദിയ. ഒരു വിജനമായ സ്ഥലത്ത്, ഒരു ബാദിയത്തിൽ, ഒരു ഫലാത്തിൽ ഒരു പെണ്ണിനെ കണ്ടു. വഹിയ തംഷി, ആ പെണ്ണെ അതിലൂടെ അങ്ങ് നടക്കുന്നു. വലൈസ ഇൻദഹ വല മഅഹ അഹദുൻ, ആ പെണ്ണിനോട് കൂടെയോ ആ പെണ്ണിൻ്റെ അടുക്കലോ ഒരാളില്ല. അപ്പം ഈ മഹാനായ മനുഷ്യൻ ചോദിച്ചു, ഫഖാല ലഹ മിൻ ഐന അഖ്ബൽതി, പെണ്ണെ നീ എവിടെ നിന്ന് വരുന്നു? കേൾക്കി. അപ്പോഴാണ് അത്ഭുത മറുപടി, അജബായ മറുപടി. ഫഖാലത്ത് മിൻ ഇന്ദിൽ ഹബീബ്. ആരാ ഹബീബ്? അല്ലാഹ്. ഹബീബായ അല്ലാഹുവിൽ നിന്നാണ് ഞാൻ വരുന്നത്. മാഷാ അല്ലാഹ്. വീണ്ടും ചോദ്യം. ഫഖാല വഇല ഐന, എവിടേക്കാ പോണു വെച്ചു. ഖാലത്ത് ഇലൽ ഹബീബ്, ഹബീബിലേക്ക് പോന്നു. വല്ലാത്ത മറുപടി, പ്രതീക്ഷിക്കാത്ത മറുപടി. വീണ്ടും ചോദ്യം. ഫമാ തസ്തൗഹിശീന വഹദകി ഫി ഹാദിഹിൽ ബാദിയതി വൽ ഫലാ, എന്താ നിങ്ങൾ ഇവിടെ ഒറ്റക്ക് നിൽക്കണ് ഈ പറമ്പിൽ, ഈ വിജനമായ സ്ഥലത്ത്? ആ സമയത്ത് ഫറഫഅത് സൗതഹാ വനാദത്ത് ബിഅല, ആ പെണ്ണ് തൻ്റെ ശബ്ദം ഉയർത്തി പറഞ്ഞ്, വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. വഹുവ, അവൻ, അവിടെ വെച്ചോ. വഹുവ, അവൻ അഥവാ അല്ലാഹു, മഅകും നിങ്ങളോട് കൂടെ ഉണ്ടടോ. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായാലും, ഏത് വിജനമായ സ്ഥലത്താണെങ്കിലും അല്ലാഹു കൂടെയുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു തആല നിങ്ങളെ എല്ലാ ചെയ്തികളും പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. എൻ്റെ കൂടെ അല്ലാഹുണ്ട്. മാഷാ. പിന്നെ പെണ്ണ് പറഞ്ഞു, യാ ഓ മനുഷ്യ, മനിസ്തഗ്നസ ബില്ലാഹി ഇസ്തൗഹശ മിമ്മൻ സിവാ, വല്ലവൻ മനിസ്തഗ്നസ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഒരാൾ ഈനാസ് അനുഭവിച്ചാൽ, ഈനാസ് ഒരാൾക്ക് അല്ലാഹുവിനെ കൊണ്ടാണെങ്കിൽ, ഇസ്തൗഹശ മിമ്മൻ സിവാ, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും അവൻ ഒറ്റപ്പെടും. അങ്ങനെയല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിയാൽ വേറെ ആരും നമുക്ക് വേണ്ടല്ലോ. വമൻ ത്വലബ റിളാഹ്, അല്ലാഹുവിൻ്റെ പൊരുത്തം വല്ലവൻ തേടിയാൽ, സ്വബറ അലാ ഖളാഹ്, അല്ലാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ മേൽ ക്ഷമിക്കും. ഇപ്പൊ കണ്ടില്ല എവിടെ പത്താളത്? എവിടുന്നാ വരുന്നത്? ഹബീബിൻ്റെ അടുക്കലിൽ നിന്ന്. എവിടേക്കാ പോവണത്? ഹബീബിലേക്ക്. എന്താ അവിടെ ഒറ്റക്കിക്കണേ? വഹുവ മഅകും ഐനമാ കുൻതും. മാഷാ അല്ലാഹ്. എന്താ മറുപടി! ഒരു പെണ്ണാണ്. നമ്മളെ കൽബിലെ, നമ്മളെ ഈ പേടകത്തിലെ ഒരു മുതലുണ്ട്. ആലമുൽ മലക്കൂത്തിൻ്റെ അംശത്തിൽപ്പെട്ടൊരു മുതലുണ്ട്. റൂഹ്, ഖൽബൊക്കെ പറയുന്നു. അതൊരു മുതലാ. അത് വല്ലാത്തൊരു മുതലാണത്. അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിച്ച് പറക്കാം. ആലമുൽ മലക്കൂത്തിൽ രാജാളി എന്നോവർ ശൈഖുതങ്ങൾ. അത് എന്തുകൊണ്ടാ? ജഡം കൊണ്ട് ഉഷാറായതല്ലത്. ആ ജഡത്തിൻ്റെ അകത്തുള്ള ആ ദേഹി, ഖൽ,
റൂഹ് എന്നൊക്കെ പറയുന്നത് തിരിയാത്ത ആ ലത്തീഫത്തായ വസ്തു. മാഷാ അല്ലാഹ്. ഇങ്ങനെയൊക്കെ നമുക്കും ആവാം. എല്ലാ സാധനം മുതൽ നമ്മളെടുത്തിട്ടുണ്ട്. അള്ളാഹു നമ്മൾക്ക് നന്നാക്കി തരട്ടെ. ആ മഹദിയുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ.